ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലങ്ങളിൽ കല്യാണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന കൂട്ടുകറിയാണ്. അതെങ്ങനെ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായി ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് എല്ല്, ഇറച്ചി, ലിവർ. ഇത് വളരെ ലളിതമായി ചെയ്യാവുന്നതാണ്. 1 കിലോ ഉള്ളൂ മൊത്തത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ശകലം നെയ്യുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കാൻ പോവാണ്. നല്ല ലളിതമായി കഴുകി വൃത്തിയാക്കി നമ്മുടെ രാജവടം തന്നെ ഇപ്പോൾ സെറ്റാക്കില്ല. കൂട്ടുകറിക്കുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാലക്കൂട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, ചെറിയുള്ളി ഒരു 20 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കണം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ബീഫ് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് ഇറക്കി ഒന്ന് നോക്കുക. വെള്ളം എന്തുമേ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ബീഫിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ഓൾറെഡി. ഇത് വേവാനുള്ള വെള്ളം മാത്രം മതി. തീ കത്തിക്കണം. ഒരു 6 വിസിൽ അടുപ്പിക്കുക. നമ്മളിതിലേക്ക് ചേർക്കാനുള്ള ഏത്തക്ക കട്ടിയാണ്. 2 ഏത്തക്കാണ് എടുക്കുന്നത്. പച്ചേത്തക്കയാണത്. പച്ചേത്തക്കാണ്. ചെറുതായിട്ട് ഇതിൻ്റെ തൊലി കളയണം. നമ്മൾ കട്ട് ചെയ്ത ഏത്തക്ക വേവിക്കാൻ പോകണം. നല്ല വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നുണ്ട്. അതിലേക്ക് ഏത്തക്ക ആഡ് ചെയ്യണം. രാജയോടെ നല്ലതായിട്ട് പാടും. നിങ്ങൾ രാജയോടെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. രാജയോടെ ഒരു പാട്ട് പാടാവോ? പാടണോ? എന്നാൽ പാടിയേക്കല്ലോ. പാടുവോ? പിന്നെ നീ ഒരു പാട്ട് പാടിക്കേ. പാലൂ പാലൂ നടപ്പാലം, അച്ഛൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ആ സൂപ്പർ ആയിരുന്നു. ശരവൺ പാട് രാജോട്ടാ, പാട് രാജോട്ടാ. കേട്ടോ, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സൂപ്പർ. നമ്മുടെ കൂട്ടുകറിയിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഇത് വറുത്ത് ചേർക്കാൻ വേണ്ടിയാണ്. തേങ്ങ വറുക്കാനുള്ള കൂട്ട് വറ്റലമുളക്, കുറച്ച് കറിവേപ്പില, ജീരകം, വലിയ ജീരകമാണ്, പെരുംജീരകം അല്ലേ? കുറച്ച് മതി. നല്ലപോലെ മൂത്ത് വരണം. തേങ്ങ മൂത്തതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലേ? നല്ലപോലെ മൂത്തെങ്കിൽ നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ വേണം. നമുക്ക് അരഞ്ഞു കിട്ടണം. അപ്പോൾ മൂത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. നന്നായി തേങ്ങ മൂത്തുന്നുണ്ട്. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ജീരകത്തിൻ്റെ മണമൊക്കെ വരുന്നു. അതെ അതെ, ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെ നല്ല പേസ്റ്റ് പരിവായിട്ടുണ്ട്. നല്ല പേസ്റ്റ് ഈ പരിവാണ് നമുക്ക് വേണ്ടത്. നല്ലതായിട്ട് മിക്സ് ആണല്ലേ? നമ്മളിതുണ്ടാക്കിയ കൂട്ടുകറി ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോകണം. ചോറിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചെയ്ത ചോറും ആ കായുടെ നല്ല ചൂടല്ലേ? നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കുരുമുളകിൻ്റെ ആ ഇതൊക്കെ നല്ല ആ പഴയ ആ ഫുഡിൻ്റെ നമ്മുടെ ആ ടേസ്റ്റ് അതേപടി അറിയാൻ നല്ല സൂപ്പർ.